ഹലോ ഗൈസ്, പാലക്കാട് നിന്ന് കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ട് എത്താൻ എത്ര മണിക്കൂർ വേണ്ടിവരും? 3-4 മണിക്കൂർ. പക്ഷെ അങ്ങനെയല്ല. ഇപ്പോഴത്തെ റോഡിൻ്റെ ദുരവസ്ഥ അനുസരിച്ചിട്ട് നമ്മൾ ഏകദേശം 7 മണിക്കൂർ എടുത്തിട്ടാണ് ഇന്റർനാഷണൽ എയർപോർട്ട് എത്തുന്നത്. പാട്ടൊക്കെ പാടി എൻജോയ് ചെയ്തിട്ടാണ് പോക്ക്. ഒടുക്കം പവനായി ശവമായി എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ചെക്കൻ കിടന്ന് ഉറങ്ങുകയാണ്. പറഞ്ഞിട്ട് കാര്യമില്ല, 1.5 മണിക്കൂറാണ് ഞങ്ങൾക്ക് ബ്ലോക്ക് കിട്ടിയത്. അല്ലെങ്കിൽ നമ്മൾ 3 എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതൊക്കെ തന്നെയാണ് നമ്മുടെ അവസ്ഥ. ഇതൊക്കെയാണെങ്കിലും ഭയങ്കര ഫ്രഷായി ഹാപ്പി ആയിട്ട് ഡൽഹി പോകാനുള്ള എക്സൈറ്റ്മെൻറ്റിൽ ബോർഡിംഗ് പാസ്സൊക്കെ എടുത്തിട്ട് ഇരിക്കുകയാണ് ഞാൻ. എയർ ഇന്ത്യ എന്ന് കേട്ടാൽ തന്നെ എല്ലാവരും പേടിച്ച് വിറച്ചിരുന്ന ഒരു സമയത്തെ യാത്രയാണിത്. പേടിക്കാനും വേണ്ടടാ ഒരു ബുദ്ധി. ആ ബുദ്ധി ഇല്ലാത്തതുകൊണ്ട് തന്നെ വളരെയധികം ഹാപ്പി ആയിട്ട് എയർ ഇന്ത്യ തന്നെ ബുക്ക് ചെയ്ത് ഞാൻ ഫ്ലൈ ചെയ്യാൻ തുടങ്ങി. ഫുഡ് മുഖ്യമെങ്കിലേ ഒടുക്കത്തെ വിശവും അത്യാവശ്യം തിരക്കേടില്ലാത്തൊരു ചിക്കൻ ബിരിയാണി ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ കുഴച്ചടിക്കാൻ തുടങ്ങി. ഡെസേർട്ടിന് ഈ ഒരു മിൽക്ക് കേക്ക് ആയിരുന്നു. ഇറ്റ് വാസ് വെരി യമ്മി. ഊണ് കഴിഞ്ഞാൽ സുഖമായൊരു ഉറക്കം, അത് നിർബന്ധമാണ്. അത് കഴിഞ്ഞ് കണ്ണു തുറക്കുമ്പോഴേക്കും ദേ എത്തി ഡൽഹി ഇന്റർനാഷണൽ എയർപോർട്ട്. ബാഗേജിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോഴാണ് ചില വിയേർഡ് തോട്ട്സ് എൻ്റെ മനസ്സിലേക്ക് വരുന്നത്. ഈ ബെൽറ്റിൽ ഞാൻ ഇങ്ങനെ ഇരുന്ന് നിരങ്ങുന്നതൊന്ന് ചിന്തിച്ചു നോക്കിയേ. നിങ്ങൾക്ക് ഇത്തരം മണ്ടൻ ചിന്തകൾ വരാറുണ്ടോ? ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. നട്ടുച്ച നേരത്തെ എത്തിയതുകൊണ്ടാണോ എന്നറിയില്ല, എയർപോർട്ട് മെട്രോ സ്റ്റേഷനിൽ ഒരു മനുഷ്യക്കുഞ്ഞു പോലും ഇല്ല. വിജനമായ ഈ വഴിയിലൂടെ ഉറക്കപ്പിച്ചിൽ നടക്കുമ്പോൾ ഞാൻ എന്തൊക്കെയോ പൊലമ്പുന്നുണ്ട്. ഞാൻ വന്ന ഡൽഹി ഇങ്ങനെയല്ല, ഭയങ്കര റഷ് ആയിട്ടുള്ളൊരു ഡൽഹിയാണ് ഞാൻ ഇതിനു മുന്നേ വന്നിട്ടുള്ളത്. മെട്രോയിൽ കയറിയതിന് ശേഷം എൻ്റെ പിറുപിറുക്കലങ്ങ് അവസാനിച്ചു. കഴിഞ്ഞ തവണ ഡൽഹിയിൽ വന്നപ്പോൾ എനിക്ക് കിട്ടിയ കൂട്ടുകാരൻ്റെ അടുത്തേക്കാണ് ഞാൻ പോകുന്നത്. അവനെ കണ്ട സന്തോഷത്തിൽ ഞാൻ എൻ്റെ പെട്ടി തള്ളാൻ കൊടുത്തു. പുറകിൽ നിന്ന് ഞാൻ ആവശ്യത്തിന് തള്ളുന്നതുകൊണ്ട് തന്നെ അവന് നല്ല മോട്ടിവേഷൻ ആയിട്ടുണ്ട്. അങ്ങനെ അവൻ്റെ റൂം എത്തി. ഇനി അങ്ങോട്ട് കുറച്ച് ദിവസത്തേക്ക് ഇത് എൻ്റെയും കൂടി റൂമാണെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് വിട വാങ്ങട്ടെ. അടുത്ത വീഡിയോ വരേക്കും സ്റ്റേ ട്യൂൺഡ്. ബൈ ബൈ.